നിങ്ങളുടെ പ്രൈസ് വളരെ കൂടുതലാണ്, ഇത്രയൊന്നും പ്രൈസ് ഈ പ്രൊഡക്റ്റിനില്ല അല്ലെങ്കിൽ ഈ സർവീസിനില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊള്ളാം, സർവീസ് ഓക്കെയാണ്, പക്ഷെ പ്രൈസിങ് വളരെ കൂടുതലാണ്. ഈ ഒരു പ്രൈസ് റിജക്ഷൻ നേരിടാത്ത ഒരു ഓൺട്രപ്രണർ ഉണ്ടാവില്ല. പ്രത്യേകിച്ചിട്ട് SME ഓണർ അല്ലെങ്കിൽ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ, നിങ്ങൾ GCCയിലോ കേരളത്തിലോ ബിസിനസ് ചെയ്യുന്ന ഒരു SME ഓൺട്രപ്രണർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങളൊരു പ്രപ്പോസൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുകയും നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഇത്ര വാല്യൂ ഇല്ല, നിങ്ങളുടെ പ്രൈസ് കൂടുതലാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യപ്പെടും. എന്താണ് ഇതിൻ്റെ കാരണം? പ്രൈസിങ് ആണോ അല്ലെങ്കിൽ പൊസിഷനിങ് ആണോ? ഞാൻ വ്യക്തമാക്കി തരാം. ആക്ച്വലി ഇവിടെ പ്രശ്നം പ്രൈസിങ് അല്ല, ഇത് നിങ്ങളുടെ പൊസിഷനിങ് ആണ് പ്രോബ്ലം. ഈ റിജക്ഷനിൽ നിന്ന് മാറി ഈ പ്രൈസ് വാറിൽ നിന്ന് പുറത്തു കടന്ന് റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാം, ഈ പ്രോബ്ലത്തിന് എങ്ങനെ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് മൊബൈൽ ഫോണിൻ്റെത്. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. എന്നിട്ടും ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ ഓരോ വർഷം കൂടുമ്പോഴും ഓരോ പുതിയ മോഡൽ ഇറങ്ങുമ്പോഴും യാതൊരു പ്രൈസ് നെഗോസിയേഷൻ അവിടെ നടക്കുന്നില്ല. അവർ പറഞ്ഞ പ്രൈസിന് അവർ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആളുകൾ പ്രീ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നു. ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൽ പോയിട്ടോ ആരും ഒരു പ്രൈസ് ബാർഗെയിനിങ്ങിൻ്റെ ഒരു രൂപ പോലും ഒരു ബാർഗെയിനിങ് ചെയ്യുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? ആപ്പിൾ എന്നുള്ളത് ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ എക്സാക്റ്റ് പൊസിഷനിങ് അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. SME സെക്ടറിലുള്ള ആളുകൾ പലപ്പോഴും ഈ പൊസിഷനിങ് ഗെയിം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് കമ്പനികളായ ആപ്പിളിനെ പോലെ നമുക്ക് ബ്രാൻഡിങ്ങിനോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനോ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിജക്ഷനെ മറികടക്കാൻ പറ്റും. ഇവിടെയാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ബിസിനസ്സിൽ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ഇമോഷൻ പോലെ, നിങ്ങളൊരു മക്കളെ പോലെ വളർത്തി വലുതാക്കുന്ന ഈ ബിസിനസ്സിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനും കൃത്യമായി നിങ്ങൾ ഏത് പ്രോബ്ലമാണ് സൊല്യൂഷൻ ചെയ്യുന്നത് അത് കൃത്യമായി ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചറിനെ കുറിച്ചാണെങ്കിലും ബെനിഫിറ്റിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലെ ഏത് പ്രോബ്ലമാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും ഭംഗിയായി കൺവേ ചെയ്യാൻ കഴിയുന്ന സെയിൽസ്മാൻ അത് നിങ്ങളാണ്. പലപ്പോഴും SME ഓണേഴ്സ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നുള്ള സ്ട്രാറ്റജിയെ നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ 2026 ബിസിനസ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ സർവീസിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾ പൊസിഷനിങ് ചെയ്യാനും അതുപോലെ തന്നെ കോണ്ടന്റ് സ്ട്രാറ്റജി കൃത്യമായിട്ട് കോണ്ടന്റുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്തുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു ലോയൽ കമ്മ്യൂണിറ്റിയെ, ലോയൽ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാനും ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കും. അങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു ട്രസ്റ്റ് അവിടെ വർക്ക് ചെയ്യുകയും അവിടെ പ്രൈസ് കമ്പാരിസൺ എന്നുള്ള സംഭവമേ ഇല്ലാതാവുകയും പ്രൈസ് വാറിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പുറത്തു വരാൻ സാധിക്കും. പേഴ്സണൽ ബ്രാൻഡ് കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രൈസ് വാറിൽ നിന്ന് രക്ഷപ്പെടാം? ആദ്യമായിട്ട് ചെയ്യേണ്ടത് മൈക്രോ നിഷിംഗ് ആണ്. സ്റ്റോപ്പ് ബീയിങ് വൺ എമംഗ് മെനി. അതായത് എല്ലാവരെ പോലെ ഒരുവനാവാൻ പാടില്ല. നമ്മളെ എക്സാക്റ്റ് റൈറ്റ് കസ്റ്റമർ ആരാണ്? ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് വളരെ ക്ലാരിറ്റി വേണം. ഒന്നാമത്തത്, ആരെയാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നത്? രണ്ടാമത്, എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് സെറ്റപ്പ് സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ബിസിനസ് സെറ്റപ്പ് സൊല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൺ എമംഗ് മെനി ആവും. കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജ്വല്ലറിയിലേക്ക് മാത്രം സ്പെസിഫിക്കലി സെർവ് ചെയ്യുന്ന ബിസിനസ് കൺസൾട്ടിംഗ് ഫേം ദുബായിൽ വളരെ കുറവാണ്. അവിടെ വലിയൊരു സ്കോപ്പ് ഉണ്ട്. ജ്വല്ലറി തുടങ്ങാൻ പോകുന്ന ആളുകളെ മാത്രം സെർവ് ചെയ്യുന്ന, മൈക്രോ നിഷ്യലി സെർവ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. അവിടെ നിങ്ങളാണ് പ്രൈസ് ഡിഫൈൻ ചെയ്യുന്നത്. യു ഹാവ് ദ പവർ ടു ഡിഫൈൻ ദ പ്രൈസ്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഫൗണ്ടറുടെ വിസിബിലിറ്റിയാണ്. നിങ്ങളൊരു SME ഓണർ ആണെങ്കിൽ നിങ്ങൾ ഈ മാർക്കറ്റിൽ എത്രത്തോളം വിസിബിലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാറ്ററാണ്. പല ഓണേഴ്സും കമ്പനിക്ക് വേണ്ടി പരസ്യം ചെയ്യും, കമ്പനിക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യും, എല്ലാം കമ്പനിക്ക് വേണ്ടി. കമ്പനിയെ ലീഡ് ചെയ്യുന്ന ലീഡറാണ് ഇതിന്റെ ഫേസ് ആയിട്ട് വരേണ്ടത്. അവരുടെ ഫേസ് വിസിബിൾ ആവുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ ഫൗണ്ടറുടെ വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഗിമ്മിക്കുകളല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് ആ ഫൗണ്ടറുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാവും. ഒരുപാട് വർഷം ഒരേ കാര്യം ചെയ്ത് എക്സ്പെർട്ടായി മാറുമ്പോൾ ആ ഫൗണ്ടർക്ക് ആ എക്സ്പെർട്ടൈസ് റൈറ്റ് ഓഡിയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫൗണ്ടറുടെ കാഴ്ചപ്പാട്, ഫൗണ്ടറുടെ തിങ്കിങ് പ്രോസസ്സ്, ഇതൊക്കെ വിസിബിൾ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നെഗോസിയേഷൻ കുറയും.
ക്ലയൻറ്റ് വന്ന് നിങ്ങളുടെ അടുത്ത് ബാർഗെയിനിങ് കുറയും. When trust increase, bargaining will be decrease. മൂന്നാമത്തെ പോയിന്റ് എഡ്യൂക്കേറ്റ് ത്രൂ കോണ്ടന്റ് ആണ്. കോണ്ടന്റ് ഈസ് ദ കിങ് ഇൻ മോഡേൺ മാർക്കറ്റിംഗ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ കോണ്ടന്റിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഇവിടെ എനിക്ക് ബിസിനസ് ഓണേഴ്സിനോട് പറയാനുള്ളത്, ഡോണ്ട് പ്രൊമോട്ട്, ജസ്റ്റ് എഡ്യൂക്കേറ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ സർവീസിനെ കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. പല കസ്റ്റമേഴ്സും, നിലവിലുള്ള കസ്റ്റമേഴ്സും അല്ലെങ്കിൽ സാധാരണ നിങ്ങൾക്ക് വരുന്ന എൻക്വയറീസും അവരുടെ കുറേ കൺസേൺസ് ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആ വാല്യൂസ് കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് വലിയ രൂപത്തിൽ ട്രസ്റ്റ് ബിൽഡിങ്ങിന് അത് ഹെൽപ്ഫുൾ ആവും. ഡയറക്റ്റായിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഇതാണ്, എൻ്റെ സർവീസ് ഇതാണെന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം ആദ്യമായിട്ട് ഫൗണ്ടർ വിസിബിലിറ്റി വേണമെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കണം. നിങ്ങളുടെ കോണ്ടന്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ഒരു അവയർനെസ് കൊടുക്കുന്നു, കസ്റ്റമേഴ്സിൻ്റെ കൺസേൺസും അവരുടെ ഫിയേഴ്സ്, റിസ്ക്, പെർട്ടിക്കുലർ മാർക്കറ്റിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ല രൂപത്തിലുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ അവബോധം ഉണ്ടാക്കിയെടുത്ത കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് റീടാർഗറ്റ് ചെയ്തിട്ട് വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രൈസ് വാർ എന്നൊരു സംഭവമേ നടക്കില്ല. കാരണം ഇവിടെ നിങ്ങൾക്കൊരു അതോറിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതോറിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൈസ് വാർ നിഷ്പ്രഭമാവും. നാലാമത്തെ പോയിന്റ് വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. അതാണ് സോഷ്യൽ പ്രൂഫ് ആൻഡ് കേസ് സ്റ്റഡീസ്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ ഒരു കസ്റ്റമറെങ്കിലും ഉണ്ടാവും. ആ കസ്റ്റമറുടെ ടെസ്റ്റിമോണിയൽസ് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെ കേസ് സ്റ്റഡീസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും നിങ്ങൾ എങ്ങനെയുള്ള പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, നിങ്ങൾ എത്രത്തോളം ഇതിനെക്കുറിച്ച് എക്സ്പെർട്ടാണ്. നിങ്ങളുടെ കേസ് സ്റ്റഡീസും റിസൾട്ട്സും ഫീഡ്ബാക്കും ബിഹൈൻഡ് ദ സീൻ വർക്കൊക്കെ കൊടുത്ത് നിങ്ങൾ പ്രൂഫാണ് കൊടുക്കുന്നത്. ഈ പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈസ് ഒബ്ജക്ഷനെ നമുക്ക് കൃത്യമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പ്രൂഫ് റിമൂവ്സ് പ്രൈസ് ഒബ്ജക്ഷൻ. അഞ്ചാമത്തെ പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ടുള്ള ഒരു സെയിൽസ് ഫണൽ ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോണ്ടന്റ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്യണം, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സോഷ്യൽ പ്രൂഫ് കൊടുക്കണം എന്നൊക്കെ. ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത കസ്റ്റമേഴ്സിനെ, നമ്മൾ കോണ്ടന്റിലൂടെ കണക്ട് ചെയ്ത കസ്റ്റമേഴ്സിന് നമ്മൾ ഒരു കൺസൾട്ടേഷൻ കോൾ കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ ഒരു സൂമിലായിരിക്കാം, അല്ലെങ്കിൽ ഓവർ ദ ഫോൺ കോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് മീറ്റിംഗ് ആയിരിക്കാം. ഇവിടെ ഒരിക്കലും നിങ്ങൾ സെയിൽസിന് വേണ്ടി കസ്റ്റമറുടെ അടുത്ത് ബെഗ് ചെയ്യേണ്ടി വരുന്നില്ല. ഇവിടെ നിങ്ങൾ എക്സാക്ട്ലി കൺസൾട്ടേഷൻ ആണ് കൊടുക്കുന്നത്. അതൊരു ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ചാണ്. നിങ്ങളുടെ ആ കസ്റ്റമറുടെ പ്രോബ്ലം പഠിച്ചതിന് ശേഷം പ്രീമിയം ആയിട്ടുള്ളൊരു പ്രൈസ് നിങ്ങൾ ഓഫർ ചെയ്യുന്നു. ഒബ്വിയസ്ലി ഓൾറെഡി എഡ്യൂക്കേറ്റഡ് ആയ കസ്റ്റമറാണ്. നിങ്ങളുടെ ഒരു സർവീസും പ്രീമിയം പ്രൈസ് ഓഫറും കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി ആ അതോറിറ്റിയിൽ നിന്ന് അവിടെ ക്ലോസിംഗ് പോസിബിലിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. സോ ഇനിയും നിങ്ങളുടെ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ആണ്, പ്രൈസ് കമ്പാരിസൺ ആണ്, റിജക്ഷൻ ആണെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇതിന് വലിയ ചിലവൊന്നും വരുന്നില്ല. പല ബിസിനസ്സുകാരുടെയും ഏറ്റവും വലിയൊരു സ്ട്രഗ്ലിംഗ് പോയിന്റ് ആണ് ഈ പ്രൈസ് റിജക്ഷൻ. നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവും, നല്ല സർവീസ് ഉണ്ടാവും, എന്നിട്ടും ഒരു പ്രപ്പോസൽ അയക്കുമ്പോൾ പ്രൈസ് അധികമാണെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യപ്പെടുന്നു. സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ബിസിനസ് പലപ്പോഴും നിർത്തിപ്പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇത് വളരെ വേദനാജനകമാണ്. നിങ്ങൾ 2026 ബിസിനസ് ചെയ്യുന്ന ഒരു SME ഓണർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാം. നിങ്ങൾ മൈക്രോ നിഷിയിലേക്ക് പൊസിഷനിങ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളാകുന്ന ഫൗണ്ടറുടെ വിസിബിലിറ്റി കൂട്ടുക, എഡ്യൂക്കേഷൻ കോണ്ടന്റ് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുക, സോഷ്യൽ പ്രൂഫ്, കേസ് സ്റ്റഡീസും അല്ലെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുക. അവസാനമായിട്ട് കൃത്യമായിട്ടൊരു സെയിൽസ് ഫണൽ ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് കൺസൾട്ടേഷൻ കൊടുക്കുക. കൺസൾട്ടേഷൻ കൊടുത്തിട്ട് ഒരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്ത് പ്രീമിയം ആയിട്ട് നിങ്ങളുടെ സർവീസും പ്രൊഡക്റ്റും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. നിങ്ങൾ UAE ഒരു മലയാളി ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ, നിങ്ങൾ ഈ പ്രൈസ് വാറിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹൗ ടു ബിൽഡ് എ പേഴ്സണൽ ബ്രാൻഡ്, ക്യാമറ പേടി മാറ്റി കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളൊരു വർക്ക്ഷോപ്പ് ഞങ്ങൾ വീക്കിലി കണ്ടക്ട് ചെയ്യാറുണ്ട് ഓഫ്ലൈനായിട്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർക്ക് നിങ്ങളിത് നിർബന്ധമായിട്ടും നിങ്ങൾ അയച്ചു കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.